നമസ്കാരം. നമ്മളിന്നുള്ളത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ്, ഹണി ബണി സൂപ്പർ മാർക്കറ്റ്. ഈ സൂപ്പർ മാർക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ MRP എന്നുള്ളൊരു സംഗതിയില്ല. അതാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. MRPയേക്കാൾ താഴ്ന്ന വിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാ ഗ്രോസറി ഐറ്റംസും, അതായത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഐറ്റംസും കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ഹണി ബണി സൂപ്പർ മാർക്കറ്റ്. ഈ സൂപ്പർ മാർക്കറ്റ് ഉള്ളത് ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ ഇടമറ ആശുപത്രിപ്പടി ജംഗ്ഷൻ. ഇതാണ് മിസ്റ്റർ അനൂപ്, സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണർ. ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള പ്രോഡക്ട്സുകൾ, അതായത് സൂപ്പർ മാർക്കറ്റ് പ്രോഡക്റ്റുകൾ എങ്ങനെ വില കുറച്ച് കിട്ടും, എന്തൊക്കെ വില കുറച്ച് കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സൂപ്പർ മാർക്കറ്റിനകത്ത് കയറി കാണാം. ഈ ലൊക്കേഷനിലുള്ള സെയിലുകൾ മാത്രമേ ഉള്ളൂ, അതോ നമുക്ക് ഹോം ഡെലിവറി കാര്യങ്ങളെല്ലാം ഉണ്ടോ? ഹോം ഡെലിവറി ഉണ്ട്, പിന്നെ വഴിയാത്രക്കാർ ഉണ്ട്. ലൊക്കേഷനിലുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. അപ്പം നമുക്കിപ്പം ഒരു കാലം മാറി വന്ന സമയത്ത് നമുക്ക് വീട്ടിൽ ഇരുന്ന് ഓർഡർ ചെയ്യുന്ന ഒരു തീർച്ചയായിട്ടും. അപ്പം നമുക്ക് വീട്ടിൽ ഇരുന്നാണ് ഓർഡർ ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാണ് നിലവിൽ നമ്മൾ വാട്സാപ്പ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വാട്സാപ്പ് നമ്പറും ഉണ്ട്. വാട്സാപ്പ് നമ്പർ ഇവിടെ തീർച്ചയായിട്ടും അവിടെ കാണാൻ സാധിക്കും അല്ലേ? ഈ നമ്പറിൽ എങ്ങനെ വിളിക്കണോ അതോ വാട്സാപ്പ് ചെയ്യണോ? രണ്ടും ഉണ്ട്. വാട്സാപ്പ് ചെയ്താലും ഉണ്ട്, വിളിച്ചാലും ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ രാവിലെ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ കിട്ടുമോ അതോ ഒരു മാക്സിമം അരമണിക്കൂറിനുള്ളിൽ? അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ ഓപ്പറേഷൻ? നമ്മുടെ ഇവിടുത്തെ ഓട്ടോറിക്ഷ ജീവനക്കാര് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരുമായിട്ട് സഹകരിച്ചിട്ട് ഏകദേശം 10-15ഓളം ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പൊ ഒരാൾ ഓട്ടം പോയാൽ അടുത്ത ആളെ അന്നേരം തന്നെ അടുത്ത ഓർഡർ വന്ന് അന്നേരം തന്നെ വിട്ട് മാക്സിമം അരമണിക്കൂറിനുള്ളിൽ തന്നെ സാധനം എത്തിക്കാനുള്ള ശ്രമിക്കുന്നുണ്ട്. ദൂരം കൂടുതലനുസരിച്ച് 5-10 മിനിറ്റ് വ്യത്യാസം. അപ്പൊ നമുക്ക് നെറ്റ്വർക്ക് ഉണ്ട് ഇവിടെ, ഓൾമോസ്റ്റ് ഓട്ടോ ടീമിന് നെറ്റ്വർക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞല്ലോ MRPയേക്കാളും താഴെയാണുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്ട്സ് നമുക്ക് കണ്ടാലോ? നമ്മുടെ എല്ലാ പ്രോഡക്ട്സും MRP നമ്മൾ MRP വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്ട്സിന് നമ്മൾ ഫുൾ വില ഈടാക്കുന്നില്ല. ഒരു പ്രോഡക്റ്റ് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉദാഹരണം ഈ കോസ്മെറ്റിക്സ് ഐറ്റംസ് എല്ലാം ഈ പറഞ്ഞ MRP താഴെയാണ് എല്ലാ സാധനവും. ഇത് അപ്പൊ ഈ സോപ്പ് ഐറ്റംസ് ഒക്കെ സാധാരണ കൃത്യമായ വില തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും താഴെയാണ് നമ്മള്. ശരി. അപ്പൊ 1 രൂപയിലും കുറച്ചിട്ടാണ് നമ്മള് പിയേഴ്സ്, യാർഡ്ലി ഇതുപോലുള്ള സോപ്പുകളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. ഈ ഒരു ഫോർ എക്സാമ്പിൾ ഈ ഒരു യാർഡ്ലി എക്സാമ്പിൾ, ഇതിന് എത്രയാണ് MRP ഇട്ടിരിക്കുന്നത്? 61 രൂപ കേട്ടോ. 61 രൂപയാണ് ഇതിന്റെ MRP. നമുക്കിതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇപ്പൊ 61 ആണോ അതിൽ കുറവാണോ? അതെ തീർച്ചയായിട്ടും. കസ്റ്റമേഴ്സിന് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണെന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്. ഇപ്പൊ എത്രയാ വന്നിരിക്കുന്നത്? 57 രൂപയ്ക്കോ? സർപ്രൈസ്! 57 രൂപയ്ക്ക് ഈ ഒരു യാർഡിൽ കിട്ടും. തീർച്ചയായിട്ടും. ഓ മൈ ഗോഡ്! അത് വളരെ, കാരണം ഈ സാധാരണഗതിയിൽ ഒരു സൂപ്പർ മാർക്കറ്റുകാരും ബ്രാൻഡ് വിലയിൽ വളരെ ചെറിയ എന്തെങ്കിലും ഒരു നമ്മുടെ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരേ വില ആണ് നമ്മുടെ മനസ്സിലെ പ്രൈസ്. അപ്പം സാധാരണക്കാർക്ക് താങ്ങുന്ന ഒരു വിലയാണ് നമ്മൾ. അപ്പൊ നമ്മള് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള അരി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാത്തിനും നമ്മൾ മാക്സിമം വില കുറച്ചിട്ടാണ് കിട്ടും. അപ്പൊ നമുക്ക് ഞാൻ ഉദ്ദേശിച്ച മുമ്പേ ഒരു ചോദ്യം ചോദിച്ചൊരു കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. നമ്മളിപ്പോ ഹോം ഡെലിവറിയുടെ കാര്യം പറഞ്ഞില്ലേ? നമുക്കിപ്പോ ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ഹോം ഡെലിവറി ചെയ്യാൻ സാധിക്കും. ഹോം ഡെലിവറി ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്ന ഒരു 500 രൂപയിൽ കൂടുതലാണ് ഉള്ള സാധനങ്ങൾ. കാരണം ഓട്ടോറിക്ഷ ചാർജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹോം ഡെലിവറി സാധാരണ ഇതിൽ ഈ ഒരു ചുറ്റളവിൽ ഒരു 4-5 കിലോമീറ്റർ താഴെയാണ്. ഒരു 50 രൂപ 70 രൂപ മാക്സിമം റേറ്റേ വരുന്നുള്ളൂ ഓട്ടോറിക്ഷ ചാർജ്. അതിൽ കൂടുതലാണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതാരാണ് പേയ്മെന്റ് ചെയ്യുന്നത്? നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ചെയ്യുന്നത്. ഓ അത് ശരി. അപ്പൊ കസ്റ്റമർ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് മാത്രം കൊടുത്താൽ മതി. നമ്മൾ മാക്സിമം പ്രൊഡക്റ്റ് വിറ്റ് ലാഭം എടുക്കുകയാണ്. കുറഞ്ഞ ക്വാണ്ടിറ്റിനെക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്റ്റ് കൊടുത്ത് നമ്മൾ അതിനകത്ത് ഞാനിപ്പോ 1500 രൂപയുടെ ഒരു സാധനം ഓർഡർ ചെയ്ത് എനിക്ക് 1500 രൂപ പേയ്മെന്റ് ചെയ്യാം. എക്സ്ട്രാ ഓട്ടോ ചാർജ് ഒന്നും ചെയ്യണ്ട. ഓ അത് വളരെ നല്ലൊരു സംഭവമാണത്. പിന്നെ സോഫ്റ്റ്വെയർ എങ്ങനെയുണ്ട്? സോഫ്റ്റ്വെയർ ഞാനൊരു 6 സോഫ്റ്റ്വെയർ പരിചയപ്പെട്ട ശേഷം ലാസ്റ്റാണ് സാറിന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടു. അതിൽ കൂടുതലും ഹിന്ദി ആയിരുന്നു. അപ്പൊ ഞാൻ ഗൾഫിൽ പോയതിന്റെ എക്സ്പീരിയൻസ് ഉള്ളതിന്റെ പേരിൽ എനിക്ക് ഹിന്ദി കുറച്ചൊക്കെ മനസ്സിലായി എല്ലാ കാര്യങ്ങളും. അപ്പം മലയാളത്തിലുള്ള വീഡിയോകൾ തപ്പുമ്പോൾ അത് കുറവായിരുന്നു. എന്നാലും പരമാവധി കണ്ട് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇതിന് പേയ്മെന്റ് അടച്ച് ഞാൻ സാറിന് അറിയാം ഞാൻ വന്നിട്ട് പേയ്മെന്റ് അടച്ച് ഞാനത് എടുക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിക്കൊണ്ട് മറ്റുള്ള സോഫ്റ്റ്വെയർ കണ്ടിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള. ഇത് നിലവിൽ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇത് മിസ്റ്റർ അനൂപ് റെയിൻടെക് സോഫ്റ്റ്വെയറിന്റെ ഓഫീസിൽ വന്നിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. അപ്പോൾ അനൂപിന്റെ ഒരു ബിസിനസ് സ്ട്രാറ്റജി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ശരിക്കും റെയിൻടെക്, അതായത് എൻ്റെ ഓഫീസുള്ളത് ബേസിക്കലി തലയോലപ്പറമ്പിലാണ്. ഇത് പാല എന്ന് പറയുമ്പോൾ നിയർ അബൌട്ട് 1.5 അവർ ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നു. ഈ സൂപ്പർ മാർക്കറ്റ് ഒന്ന് പരിചയപ്പെടാം. പ്ലസ് അതുകൂടാതെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിന്
നല്ലൊരു പ്രോഫിറ്റ്, അതായത് നമ്മളിവിടെ വരുന്ന കസ്റ്റമർക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സംഗതി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കൂടാതെ നമ്മൾ മാക്സിമം ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഇതൊക്കെ കമ്പനി ഓഫറുകളൊക്കെ ഇത് കൂടാണ്ട് തന്നെ ഇപ്പൊ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം ഇത് ബൈ വൺ ഗെറ്റ് വൺ ആണെങ്കിലും ഇതിനും MRP ഈടാക്കിയതാണ്. അതായത് ഒരെണ്ണത്തിന്റെ 99 രൂപ വിലയെങ്കിൽ അതിലും MRP താഴെയാണ് ഈ 2 സാധനം കൊടുക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് നല്ലൊരു ഇതൊക്കെ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആണ്, ചന്ദ്രികയുടെ ബ്രാൻഡഡ് പ്രൊഡക്ട്സ്. ഇതിന്റെ പ്രൈസ് എത്രയാണ് ശരിക്കും? 99 രൂപയാണ് ഒരെണ്ണത്തിന് ഇട്ടിരിക്കണേ. അപ്പൊ രണ്ടെണ്ണത്തിന് കൂടുമ്പോൾ ഇവിടെ 99 രൂപ ഇട്ടിരിക്കണേ. ഇതൊന്ന് സ്കാൻ ചെയ്താലോ? ഇത് വന്നിരിക്കുന്നത് 98 രൂപ. അതിന് 1 രൂപ കുറച്ചായിട്ടിരിക്കുന്നത്. പക്ഷെ ഈ 98 രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും. ഓ വെരി ഗുഡ്. ശരിക്കും 198 രൂപയുടെ സാധനമാണ് 98 രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും. അതിന് 1 രൂപ കുറയ്ക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ചിലപ്പോൾ ആൾക്കാർ വിൽക്കുന്നത്. അതെ, അങ്ങനെ ഉണ്ടാവാം. ശരി. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഉള്ള ജാം ഐറ്റംസുകളുണ്ട് ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള സാനി ഫ്രഷ് ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മള് മാക്സിമം ഓഫറിൽ എല്ലാ സാധനങ്ങളും കൊടുക്കാൻ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതിപ്പം ദൂരെയുള്ള ഇപ്പൊ ഈ ലൊക്കാലിറ്റി തന്നെയുള്ള ആൾക്കാർക്കാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റത്തില്ലല്ലോ. വരുന്ന ആൾക്കാരെല്ലാം വീണ്ടും വന്ന് സാധനങ്ങൾ വീണ്ടും പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ റിപ്പീറ്റ് ആയിട്ട് ഒന്നിൽ കൂടുതൽ തവണ ഒരു ദിവസം തന്നെ വന്ന് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഓഫർ വിലകളും പിന്നെ നമ്മുടെ ബില്ലാണ് ഏറ്റവും പ്രധാനം. ഞാൻ പറയില്ല, സോഫ്റ്റ്വെയർ ബേസിൽ നമുക്ക് ബില്ല് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. കാരണം ഒരാള് ഒരു 1000 രൂപയുടെ സാധനം മേടിച്ചാൽ ഏകദേശം ഒരു 250 രൂപ 260 രൂപ അതിനകത്ത് അവർക്ക് ഓഫറായിട്ട് കിട്ടുന്നുണ്ട്. പൈസ ബില്ലിൽ തന്നെ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ തന്നെ ആൾക്കാർ ബില്ല് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് മാക്സിമം വിലക്കുറവാണ് എന്നുള്ള രീതിക്കാണ് നമ്മളോട് തന്നെ ഫീഡ്ബാക്ക് അവർക്ക് തരുന്നത്. പിന്നെ എന്തെങ്കിലും സാധനം എടുത്ത് ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് അന്നേരം തന്നെ ഒന്നെങ്കിൽ പൈസ കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ സാധനം പുതിയത് മാറിക്കൊടുക്കും. അവര് പിന്നെ ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ പറയാനുണ്ട്. ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു ടെക്നിക്കൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് SQL ഡേറ്റാബേസും VB.net ഓഫ്ലൈൻ പ്രൊജക്റ്റാണ്. നെറ്റോ ഇന്റർനെറ്റോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഈവൻ ഇവിടെ മൾട്ടിപ്പിൾ കൗണ്ടറുകൾ ആഡ് ചെയ്യാനും വളരെ ഈസിയാണ്. അതുപോലെ തന്നെ എത്ര ഫാസ്റ്റ് ആയിട്ട് ബില്ല് ചെയ്താലും വളരെ എന്താ പറയുക, വളരെ സ്റ്റേബിൾ ആയിട്ടൊരു ബില്ലിംഗ്. പിന്നെ അതുകൂടാണ്ട് ഇതിനകത്ത് GSTR1 GSTR 3B റിപ്പോർട്ടുകൾ കാര്യങ്ങളെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട് ഉണ്ട്, അക്കൗണ്ടിംഗ് സിസ്റ്റം എല്ലാം നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട് എക്സലിൽ കൂടി ആഡ് ചെയ്യാൻ പറ്റും. പർച്ചേസ് എൻട്രി അങ്ങനെയാണ് ഞങ്ങൾ ലാപ്ടോപ്പ് അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ടാണ് കേബിൾ വഴി നെറ്റ്വർക്ക് ചെയ്തിരിക്കുകയാണ്. വേറെ സ്ഥലത്തിരുന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. പിന്നെ ഇതിന്റെ കാര്യങ്ങളെല്ലാം മൊബൈലിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. റിപ്പോർട്ടുകൾ എവിടെ പോയാലും മൊബൈലിൽ അറിയാൻ പറ്റുന്നുണ്ട്. എവിടെ ട്രാവൽ ചെയ്താൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. തീർച്ചയായിട്ടും അത് ക്യാമറയിൽ കസ്റ്റമർ കാണിക്കാമല്ലോ. ജസ്റ്റ് ഒരു ഓവറോൾ റിപ്പോർട്ട്. അതെ, ടുഡേ സെയില്, പിന്നെ കറണ്ട് സെയില്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെരി ഗുഡ്. അതൊക്കെ നല്ല ബെനിഫിറ്റ്. അതിന്റെ സിമ്പിൾ മാറ്റണം, കറൻസി സിമ്പിൾ മാറി ഡോളറിന്റെ അത് നമുക്ക് റുപ്പീസ് സിമ്പിളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി അടുത്ത എക്സ്പാൻഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, ഇപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കസ്റ്റമർ വരുന്നുണ്ടല്ലോ, ഇനി ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലും വെബ്സൈറ്റുകളോ കാര്യങ്ങളോ ചെയ്യാൻ ഉദ്ദേശിച്ചു? നിലവിൽ അതിനെക്കുറിച്ച് മനസ്സിലൊരു ആശയമുണ്ട്. പക്ഷേ നിലവിൽ ആയിട്ടില്ല. ഇപ്പോൾ കൊറോണയുടെ ബേസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഈവൻ കസ്റ്റമേഴ്സിന് വീട്ടിൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്താൽ വിതിൻ ഒരു ഹാഫ് ആൻ അവർ ഉള്ളിൽ അവർക്ക് സാധനങ്ങൾ ലഭ്യമാകും. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടിരിക്കുന്നുള്ളൂ. എനിവേ, അപ്പോൾ ഈ നാട്ടുകാർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് ഒപ്പം നിൽക്കുന്ന ഇത് എന്റെ അച്ഛനാണ്. ഫാദറിന്റെ പേരെന്താണ്? തങ്കച്ചൻ. ഇത് അമ്മയാണ്. പിന്നെ എന്റെ സ്റ്റാഫുകൾ കട്ടയ്ക്ക് കൊടുത്തിരിക്കുന്നത് ജിൻഡുവേ ഇങ്ങോട്ട് വാ കൊച്ചേ. ഓപ്പറേഷൻസ് തീർച്ചയായിട്ടും ബില്ലിംഗ് എല്ലാം ഈസി ആണോ? പേരെന്താണ്? സൗമ്യ. ഇത് പേര് ചിന്തു. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് മെയിൻ ആയിട്ട് അട്രാക്ഷൻ ആയിട്ട് ജ്യൂസ് പാർലർ ഇവിടെ തന്നെ ഉണ്ടല്ലേ? അങ്ങനെല്ലാം ഉണ്ട് ഇതിന്റെ കൂടെ. ഫുഡ് ഐറ്റംസ്. അതെ, തീർച്ചയായിട്ടും ഫുഡ് ഐറ്റംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പപ്സും കാര്യങ്ങളെല്ലാം എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ സാധനങ്ങളും. അപ്പൊ അതും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ റൺ ആയിക്കോളും. അതെ. അപ്പൊ ഇതിലെ ഇങ്ങോട്ട് കയറുന്നേ നമ്മുടെ 3 സ്റ്റാഫുകളാണ് നമുക്കുള്ളത്. ശരി. അപ്പൊ എല്ലാവർക്കും ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം ചോദിക്കാം, എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പൊ ഒരു കസ്റ്റമർ ഒരു കാറിൽ വന്നെങ്കിൽ നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് തീർച്ചയായിട്ടും എല്ലാം ഉണ്ട്. അവരെ എന്ത് ആവശ്യപ്പെടുന്നു അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ. ഗൾഫിലായിരുന്നു? അതെ, ഗൾഫിലാണ്. സാധാരണ നമ്മൾ അവിടെയാണ് ഇങ്ങനത്തെ ഒരു സംവിധാനം കണ്ടുപോയത്. എത്ര വർഷം ഗൾഫിലുണ്ടായിരുന്നു? ഞാൻ 6 വർഷം. പിന്നെ എന്താണ് ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനായിട്ട്? സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ മനസ്സിൽ ആഗ്രഹമേ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫീൽഡിലേക്ക് കൊറോണ വന്ന് കയറിയത് കൊണ്ട് അത് മുന്നോട്ട് പോവുകയാണെന്നുള്ളൊരു ഇത് വന്നതിന്റെ പേര് മാത്രമാണ് നല്ല രീതിയിൽ സർവേ ചെയ്ത് മാറി.
മാറ്റങ്ങൾ വന്നു. അതെ അതെ, ഞാനൊരു 4-5 മാസം ഇതിന്റെ പുറകെ നടന്ന് ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷമാണ് ഇത് തുടങ്ങിയത്. എന്നാലും ഒന്നും ആയിട്ടില്ല, തുടക്കം മാത്രമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു സൂപ്പർ മാർക്കറ്റായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.